നമസ്കാരം. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ ആരംഭിച്ച് 1 മണിക്കൂർ പിന്നിടുമ്പോൾ 2 സംസ്ഥാനങ്ങളിലും NDA തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. മഹാരാഷ്ട്രയിൽ 111 സീറ്റിൽ ആണ് NDA മുന്നിട്ട് നിൽക്കുന്നത്. 77 സീറ്റിലാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മഹാഅഘാടി സഖ്യം മുന്നിട്ട് നിൽക്കുന്നത്. ജാർഖണ്ഡിൽ NDA 35 സീറ്റുകളിലും ഇന്ത്യ മുന്നണി 27 സീറ്റുകളിലുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. 2 സംസ്ഥാനങ്ങളിലും വളരെ വ്യക്തമായ ലീഡ് NDA നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം അവിടെ പല പാർട്ടികൾക്കും ഇത് നിർണായകമായൊരു മത്സരം കൂടിയാണ്. NCP പിളർന്ന് 2 വിഭാഗങ്ങളായി, ഒന്ന് ശരത് പവാറിൻ്റെ പാർട്ടിയും മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ അനന്തരവൻ അജിത് പവാറിൻ്റെ NCPയും 2 മുന്നണികളായി മത്സരിക്കുന്നു. അജിത് പവാറിൻ്റെ പാർട്ടി BJPക്കൊപ്പം നിൽക്കുമ്പോൾ ശരത് പവാറിൻ്റെ പാർട്ടി കോൺഗ്രസിനൊപ്പമാണ്. അതുപോലെ തന്നെയാണ് ശിവസേനയുടെയും 2 വിഭാഗങ്ങളും 2 മുന്നണികളായിട്ടാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4 പാർട്ടികളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വളരെ നിർണായകമായിട്ടുള്ളതാണ്. എന്നാൽ ജാർഖണ്ഡിൽ നിലവിലുള്ള ഇന്ത്യ മുന്നണി സഖ്യം പിറകോട്ട് പോയത് കോൺഗ്രസിനെയും JMM നേതാക്കളെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് വളരെ ശക്തമായ സാന്നിധ്യമുള്ള ആഴത്തിൽ വേരുകളുള്ള ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് അവർ പിറകോട്ട് പോയത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പാർട്ടികളെയും കോൺഗ്രസിനെയും എല്ലാം ഇരുത്തി ചിന്തിപ്പിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ ആശ്വസിക്കാവുന്ന ഒരേ ഒരു കാര്യം കേരളത്തിലെ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മുന്നേറുന്നു എന്നുള്ളത് മാത്രമാണ്. അത് നേരത്തെയും രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോഴൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ വളരെ ശക്തികേന്ദ്രങ്ങളിലൊന്നായ വയനാട്ടിൽ വലിയ വിജയമാണ് അവർക്ക് ലഭിച്ചിരുന്നത്. വയനാട്ടിൽ അവർക്ക് അറിയേണ്ട ഒരു കാര്യം മാത്രമാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിയെ മറികടക്കുമോ എന്നുള്ളത്. ഏതായാലും ഈ 2 സംസ്ഥാനങ്ങളിലും ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും വളരെ കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കൂറുമാറ്റം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇരു മുന്നണികളും വളരെ യുദ്ധാലടിസ്ഥാനത്തിൽ തന്നെ ചെയ്യുന്നുണ്ട് എന്നും റിപ്പോർട്ടുണ്ട്.